ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ 20ാമത്തെ നോമ്പിൻ്റെ വ്ളോഗാണ്. ആൻഡ് കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പോലെ ഞങ്ങളിപ്പോൾ ഉള്ളത് താത്താടെ വീട്ടിലാണ്. ഇന്നാണ് ഇവിടുത്തെ നോമ്പ് തുറ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മളിങ്ങനെ അവിടെ കുറേ ചെടികളും പിന്നെ അതുപോലെ അക്വേറിയം, ചെറിയ രീതിയിൽ അക്വേറിയം സെറ്റ് ചെയ്തത്, മീനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ ഇന്നത്തെ പ്രധാന പരിപാടികളിലേക്ക് കടന്നു. താത്തയാണ് സമൂസ ഉണ്ടാക്കുന്നത്, ഞാനും ഹെൽപ്പ് ചെയ്തു കൂടെ. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ മുട്ട ബജ്ജിയും പിന്നെ അതുപോലെ സമൂസ, മുളക് ബജ്ജി ഇത്രയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അൺബോക്സിങ് ചെയ്യാണ്. ഇത് താത്താടെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ്. നമ്മൾ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാണെങ്കിൽ ഇതുപോലെ ഈ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് തുറന്നു കൊടുത്തിട്ട് അതിനതിൽ കയറ്റാം, എന്നിട്ട് ആ ഡോറ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഹോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വേറെ പ്രയാസങ്ങളൊന്നും അതിൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇതിങ്ങനെ ഡോഗ്സിനും പിന്നെ അതുപോലെ കാറ്റ്സിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബാഗിന് തോന്നണം. പിന്നെ അതായിട്ട് കുറച്ച് നേരത്തിന് ഷോ ഓഫ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഇത് മൂടാല ഭാഗത്തുള്ളൊരു ചെറിയൊരു യാറാണ്. ആദ്യമൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ റോഡ് സൈഡിൽ അങ്ങനെ ഒരു ഇത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടല്ല ഉണ്ടായിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ റോഡിൻ്റെ ഹൈവേയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു ഏരിയ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ അവിടെ എത്തി. ഇതിവിടെ ഒരു പ്ലാന്റേഷനിൽ അവർ അടുത്ത് തന്നെയാണ്, പരിധി അങ്ങനെ ഏതോ ഒരു ഏരിയ, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഒരു 3-4 കളറ് വാട്ടർ മെലൺ ഉണ്ട്, പിന്നെ ഷമാമും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴി അവരോട് പറഞ്ഞു എനിക്ക് വേണ്ടി കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് തരണേ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. മഞ്ഞ കളർ ഉണ്ടായിരുന്നു, പിന്നെ റെഡ് കളർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഓറഞ്ച് ആ കളറ്, പിന്നെ ഒരു ലൈറ്റ് പച്ച കളർ പോലത്തെ അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ നോർമൽ കളറ് ആ ഒരു റെഡ് കളറ്, പിന്നെ അതുപോലെ ഇതായിരുന്നു നമ്മുടെ ഇറാനി തണ്ണിമത്തൻ. ഇത്ര ഐറ്റംസാണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷമാമ് അന്നത്തേക്ക് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയും കളേഴ്സാണ്. പിന്നെ ഇത് എൻ്റെ ചെറിയ താത്താടെ മോനാണ്, ഫഹദ് എന്നാണ് പേര്. അപ്പോൾ അവനിങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര എക്സ്പേർട്ടായിട്ട് ചെയ്യും, നല്ല ഇൻട്രസ്റ്റോടു കൂടി ചെയ്യും. അപ്പോൾ സർവത്ത് അവൻ്റെ വകയാണ്. പിന്നെ ഓരോരുത്തർ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും പിന്നെ സർവത്തിലേക്കുള്ള നാരങ്ങ പിഴിയൽ, വെള്ളം, അതിനൊക്കെ ആയിട്ട് നല്ല നമ്മളെപ്പോഴും വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു സ്പെഷ്യലാണല്ലോ. അങ്ങനെ എല്ലാം വേഗം റെഡിയാക്കി ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. അപ്പം നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തുടങ്ങി. ഫ്രൂട്ട്സും അതുപോലെ പിന്നെ ഒന്ന് ഉള്ളിവടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, തരിക്കഞ്ഞി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തു. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബിരിയാണിയാണ് ഇന്ന് ഫുഡ് ഉണ്ടായിരുന്നത്, അതും എത്തി. അൽഹംദുലില്ലാഹ് ബാങ്ക് കൊടുത്തു. നമ്മളെല്ലാവരും നോമ്പ് തുറന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ പിന്നെ നോമ്പ് തുറന്ന ഉടനെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.